സർ കാണും. നമ്മൾ 7th ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ്. ചാപ്റ്ററിൻ്റെ പേര് ക്യാപിറ്റൽ എൽ പി സ്പേസസ് കംപ്ലീറ്റ്നെസ് ആൻഡ് അപ്രോക്സിമേഷൻ എന്നാണ്. അതിൽ ആദ്യത്തെ സെക്ഷൻ നോംഡ് ലീനിയർ സ്പേസസ് എന്ന് പറയുന്നൊരു സെക്ഷനാണ് 7.1. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്യാപിറ്റൽ എൽ പി സ്പേസസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ക്യാപിറ്റൽ എൽ പി സ്പേസസ് വേർ പി എന്ന് പറയുന്നത് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻഫിനിറ്റി. എന്താണ് ക്യാപിറ്റൽ എൽ പി സ്പേസസ് എന്ന് ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഡിസ്കഷൻ്റെ ഉദ്ദേശം. ഓക്കെ, ഈ ചാപ്റ്ററിൽ ത്രൂ ഔട്ട് നമ്മൾ ക്യാപിറ്റൽ ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഷറബിൾ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ഇ എന്ന് പറയുന്നത് മെഷറബിൾ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ്. സ്ക്രിപ്റ്റ് എഫ് എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് ഓൾ മെഷറബിൾ എക്സ്റ്റെൻഡഡ് റിയൽ വാല്യൂഡ് ഫങ്ഷൻസ് ഓൺ ഇ വിച്ച് ആർ ഫൈനൈറ്റ് ഓൾമോസ്റ്റ് എവ്രിവെയർ ഓൺ ഇ. ക്യാപിറ്റൽ ഇ ഡൊമൈൻ ആയിട്ട് വരുന്ന എല്ലാ മെഷറബിൾ എക്സ്റ്റെൻഡഡ് റിയൽ വാല്യൂഡ് ഫങ്ഷൻസും വിച്ച് ആർ ഫൈനൈറ്റ് ഓൾമോസ്റ്റ് എവ്രിവെയർ, അതായത് മെഷർ 0 ആയിട്ടുള്ള ഒരു സെറ്റിൽ ഒഴികെ ബാക്കി എല്ലായിടത്തും ഫൈനൈറ്റ് ആയിട്ടുള്ള മെഷറബിൾ എക്സ്റ്റെൻഡഡ് റിയൽ വാല്യൂഡ് ഫങ്ഷൻസ് ഉൾക്കൊള്ളുന്ന കളക്ഷനെയാണ് സ്ക്രിപ്റ്റ് എഫ് എന്ന് പറയുന്നത്. അതായത് എഫ് എന്ന് പറയുന്ന ഒരു ഫങ്ഷൻ സ്ക്രിപ്റ്റ് എഫിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ അർത്ഥം എഫ് ബിലോങ്സ് ടു സ്ക്രിപ്റ്റ് എഫ് if and only if f is a measurable extended real valued function, extended real valued function അങ്ങനെയാണ് അതിനെ വായിക്കേണ്ടത്. extended real valued function on E such that f is finite almost everywhere on E. അതാണ് ഒരു എഫ് സ്ക്രിപ്റ്റ് എഫിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ അർത്ഥം. അതൊരു മെഷറബിൾ ഫംഗ്ഷൻ ആയിരിക്കും, അതൊരു എക്സ്റ്റെൻഡഡ് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ വിത്ത് ഡൊമൈൻ ഇ ആയിരിക്കും, അത് ഓൾമോസ്റ്റ് എല്ലാ പോയിന്റുകളിലും ഫൈനൈറ്റ് ആയിരിക്കും. അതായത് എഫ് ഇൻഫിനിറ്റിയോ മൈനസ് ഇൻഫിനിറ്റിയോ അസ്യൂം ചെയ്യുന്ന വാല്യൂസിന്റെ കളക്ഷൻ എടുത്താൽ, അസ്യൂം ചെയ്യുന്ന എക്സുകളുടെ കളക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ മെഷർ 0 ആയിരിക്കും. അതാണ് എഫ് ഈസ് ഫൈനൈറ്റ് ഓൾമോസ്റ്റ് എവ്രിവെയർ ഓൺ ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എഫ് ഈസ് ഫൈനൈറ്റ് ഫോർ ഓൾമോസ്റ്റ് ഓൾ എക്സ് ബിലോങ്സ് ടു ഇ എന്നുള്ളതാണ് അർത്ഥം. ഓക്കെ, സോ ഈ ഒരു മെഷറബിൾ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് സ്ക്രിപ്റ്റ് എഫ് വിത്ത് എ കളക്ഷൻ ഓഫ് ഓൾ മെഷറബിൾ എക്സ്റ്റെൻഡഡ് റിയൽ വാല്യൂഡ് ഫങ്ഷൻസ് ഓൺ ഇ ദാറ്റ് ആർ ഫൈനൈറ്റ് ഓൾമോസ്റ്റ് എവ്രിവെയർ ഓൺ ഇ. ഈ സ്ക്രിപ്റ്റ് എഫ് എന്ന് പറയുന്ന സെറ്റിൽ ഒരു സെക്കൻഡ്
കേൾക്കാമോ? കേൾക്കാം. പെട്ടെന്ന് അത്യാവശ്യമായിട്ടൊരു ഫോൺ കോൾ വന്നുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇ എന്ന് പറയുന്നത് ഒരു മെഷറബിൾ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സും സ്ക്രിപ്റ്റ് എഫ് എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് ഓൾ മെഷറബിൾ എക്സ്റ്റെൻഡഡ് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസ് ഓൺ ഇ വിച്ച് ആർ ഫൈനൈറ്റ് ഓൾമോസ്റ്റ് എവരിവെയർ ഓൺ ഇ. ഈ സ്ക്രിപ്റ്റ് എഫ് എന്ന് പറയുന്ന സെറ്റിൽ, സ്ക്രിപ്റ്റ് എഫിലെ ഓരോ എലമെന്റും ഫംഗ്ഷൻസ് ആണെന്ന് മനസ്സിലാക്കണം. ആ ഫംഗ്ഷൻസിന് ചില പ്രത്യേകതകളൊക്കെ ഉണ്ടാവും, നമ്മൾ വിശദീകരിച്ചു. ഈ സ്ക്രിപ്റ്റ് എഫ് എന്ന് പറയുന്ന സെറ്റിൽ നമ്മൾ ഒരു റിലേഷൻ ഡിഫൈൻ ചെയ്യാൻ പോവുകയാണ്. ആ റിലേഷൻ ഇങ്ങനെയാണ്: സ്മോൾ എഫും സ്മോൾ ജിയും സ്ക്രിപ്റ്റ് എഫിലെ രണ്ട് എലമെന്റ്സ് ആണെന്നിരിക്കട്ടെ. ആ റിലേഷനെ നമ്മൾ ഈക്വലന്റ് എന്ന് വിളിക്കുന്നു. എഫ് ഈസ് ഈക്വലന്റ് ടു ജി പ്രൊവൈഡഡ് f of x equal to g of x for almost all x belongs to E. എന്ന് പറഞ്ഞാൽ f of x is equal to g of x almost everywhere on E. അതാണ് f of x equal to g of x for almost all x belongs to E എന്ന് പറയുന്നതും f of x equal to g of x almost everywhere on E എന്ന് പറയുന്നതും ഒന്ന് തന്നെയാണ്. കുറെ കൂടി പ്രിസൈസ് ആയിട്ട് പറഞ്ഞാൽ f of x equal to g of x almost everywhere on E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? There is a subset E naught of E such that f of x is equal to g of x for every x outside E naught, that is for every x belongs to E minus E naught, where measure of E naught is equal to 0. അതായത് മെഷർ 0 ആയിട്ടുള്ള ഒരു സെറ്റിൽ ഒഴികെ ബാക്കി എല്ലാ പോയിന്റുകളിലും f of x ഉം g of x ഉം ഈക്വൽ ആണ് എന്നാണ് അതിന്റെ അർത്ഥം. ഇതൊരു റിലേഷൻ ആണ്, സ്ക്രിപ്റ്റ് എഫിൽ ഡിഫൈൻ ചെയ്യുന്ന ഒരു റിലേഷൻ ആണിത്. സ്ക്രിപ്റ്റ് എഫിലെ രണ്ട് എലമെന്റ്സ് ആയിട്ടുള്ള എഫും ജിയും റിലേറ്റഡ് ആണ്, അല്ലെങ്കിൽ എഫും ജിയും ഈക്വലന്റ് ആണ് എന്ന് പറയുന്നത് provided f of x is equal to g of x almost everywhere on E എന്നുള്ളതാണ് ആ റിലേഷൻ പറയുന്നത്. ആൻഡ് ഒബ്വിയസ്ലി ദിസ് ഈസ് ആൻ ഇക്വലൻസ് റിലേഷൻ. അതായത് റിഫ്ലെക്സീവും സിമെട്രിക്കും ട്രാൻസിറ്റീവുമായിട്ടുള്ള റിലേഷൻ ആണ്. ഇത് വളരെ ഒബ്വിയസ് ആണ്, കാരണം എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും എഫ് ഓഫ് എക്സിനോട് ഈക്വൽ ആണല്ലോ ഫോർ എവറി എക്സ് ബിലോങ്സ് ടു ഇ. അപ്പോൾ ഓൾമോസ്റ്റ് എവരിവെയർ അല്ല, എല്ലായിടത്തും തന്നെ എഫ് എഫിനോട് ഈക്വൽ ആണ്. അപ്പൊ അതുകൊണ്ട് എഫ് എഫിനോട് ഈക്വലന്റ് ആണ്. ഇവിടുത്തെ ഇത് പറയാനുണ്ടെങ്കിൽ ഇപ്പൊ ഇ നോട്ട് എന്ന് പറയുന്നത് എം ടി സെറ്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ജി ഓഫ് എക്സ് ഫോർ എവരി എക്സ് ബിലോങ്സ് ടു ഇ. ഇ മൈനസ് എം ടി സെറ്റ് എന്ന് പറഞ്ഞാൽ ഈ തന്നെയാണല്ലോ. എം ടി സെറ്റിന്റെ മെഷർ 0 ആണ് താൻ. അപ്പൊ അതുകൊണ്ട് എഫ് ഈസ് ഈക്വലന്റ് ടു എഫ്, അതായത് ഈ റിലേഷൻ എന്ന് പറയുന്നത് റിഫ്ലെക്സീവ് ആണ്. അതുപോലെ ഈ റിലേഷൻ എന്ന് പറയുന്നത് സിമെട്രിക് ആണ്, കാരണം എഫ് ഈക്വലന്റ് ടു ജി എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിന്റെ അർത്ഥം മെഷർ 0 ആയിട്ടുള്ള ഇ നോട്ട് എന്ന് പറയുന്ന സെറ്റിൽ ഒഴികെ ബാക്കി എല്ലാ പോയിന്റുകളിലും എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ജി ഓഫ് എക്സും എഫ് ഓഫ് എക്സും ഈക്വൽ ആണ് മെഷർ 0 ആയിട്ടുള്ള ഇ നോട്ട് എന്ന് പറയുന്ന ഒരു സെറ്റിൽ ഒഴികെയുള്ള പോയിന്റുകളിലെല്ലാം. അതുകൊണ്ട് ജി എന്ന് പറയുന്നത് ഈക്വലന്റ് ടു എഫ് ആണ്. അതുകൊണ്ട് നമ്മൾ ഡിഫൈൻ ചെയ്ത റിലേഷൻ സിമെട്രിക് ആണ്. ട്രാൻസിറ്റിവിറ്റി പറയുമ്പോൾ എഫ് ജിയോട് ഈക്വലന്റ് ആണെന്നും ജി എച്ചിനോട് ഈക്വലന്റ് ആണെന്നും വിചാരിക്കുക. എഫ് ജിയോട് ഈക്വലന്റ് ആണെന്ന് പറഞ്ഞാൽ അർത്ഥം മെഷർ 0 ആയിട്ടുള്ള E1 എന്ന് പറയുന്ന സെറ്റിൽ ഒഴികെ ബാക്കി എല്ലാ പോയിന്റുകളിലും എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും ഈക്വൽ ആണ് എന്നും, ജി ഈക്വലന്റ് ടു എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഷർ 0 ആയിട്ടുള്ള E2 എന്ന് പറയുന്ന ഒരു സെറ്റിൽ ഒഴികെയുള്ള പോയിന്റുകളിലെല്ലാം തന്നെ ജി ഓഫ് എക്സും എച്ച് ഓഫ് എക്സും ഈക്വൽ ആണ് എന്നും കിട്ടും. അപ്പൊ നമ്മൾ ഈ E1 യൂണിയൻ E2 എന്ന സെറ്റിന്റെ പുറത്തുള്ള E1 യൂണിയൻ E2 എന്ന സെറ്റിലുള്ള പോയിന്റുകളിൽ ഒഴികെ ബാക്കിയുള്ള പോയിന്റുകളിലെല്ലാം നമുക്ക് എഫും ജിയും ഈക്വൽ ആണെന്നും ജിയും എച്ചും ഈക്വൽ ആണെന്നും കിട്ടും. കാരണം E1 യൂണിയൻ E2ന്റെ പുറത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും E1ന്റെ പുറത്താണല്ലോ. E1ന്റെ പുറത്ത് എഫും ജിയും സെയിം ആണ്. E2ന്റെ പുറത്താണെങ്കിൽ ജിയും എച്ചും സെയിം ആണ്. അപ്പൊ E1 യൂണിയൻ E2ന്റെ പുറത്ത് എഫും ജിയും എച്ചും ഒക്കെ ഈക്വൽ ആണ്. അതായത് എഫും എച്ചും ഈക്വൽ ആണ്. മാത്രമല്ല E1ന്റെയും E2ന്റെയും മെഷർ 0 ആയതുകൊണ്ട് മെഷർ ഓഫ് E1 യൂണിയൻ E2 എന്ന് പറയുന്നതും 0 ആണ്. അതുകൊണ്ട് എഫ് ഈക്വലന്റ് ടു എച്ച് എന്ന് കിട്ടും. അതായത് നമ്മൾ ഡിഫൈൻ ചെയ്ത റിലേഷൻ ഒരു ഇക്വലൻസ് റിലേഷൻ ആണ് എന്ന് കിട്ടും. അപ്പൊ സ്ക്രിപ്റ്റ് എഫ് എന്ന് പറയുന്ന സെറ്റിൽ നമ്മളൊരു ഇക്വലൻസ് റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നു. നമുക്കറിയാം, എപ്പോൾ നമ്മളൊരു ഈക്വലൻസ് റിലേഷനെ കുറിച്ച് സംസാരിക്കുന്നു ഉടനടി നമ്മൾ പറയുന്ന കാര്യമാണ് അതിന്റെ കറസ്പോണ്ടിങ് ഈക്വലൻസ് ക്ലാസസിന്റെ കളക്ഷനും. ആ ഈക്വലൻസ് ക്ലാസസിന്റെ കളക്ഷനെയാണ് നമ്മൾ കറസ്പോണ്ടിങ് ഫാക്ടർ സെറ്റ്, അത് നമ്മുടെ സ്ക്രിപ്റ്റ് എഫിനെ പാർട്ടീഷൻ ചെയ്യുന്നു എന്നുള്ള കാര്യമൊക്കെ. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഈ ഈക്വലൻസ് റിലേഷൻ സ്ക്രിപ്റ്റ് എഫിന്റെ ഒരു പാർട്ടീഷൻ ഇൻഡ്യൂസ് ചെയ്യും. അതാണ് ഫണ്ടമെന്റൽ തിയറം ഓൺ ഈക്വലൻസ് റിലേഷൻ ഒക്കെ പറയുന്നത്. അപ്പോൾ ആ പാർട്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇൻഡ്യൂസസ് എ പാർട്ടീഷൻ ഓഫ് സ്ക്രിപ്റ്റ് എഫ് ഇൻടു disjoint collection of equivalence classes
വിച്ച് വി ഡിനോട്ട് ബൈ, സാധാരണ ഇപ്പോൾ എസ് എന്ന് പറയുന്ന ഒരു സെറ്റിൽ ആർ എന്ന് പറയുന്ന ഒരു ഈക്വലൻസ് റിലേഷൻ പറഞ്ഞാൽ എസ് ഓവർ ആർ എന്നുള്ളതാണ് ആ കറസ്പോണ്ടിങ് ഫാക്ടർ സെറ്റിന് നമ്മൾ കൊടുക്കുന്ന നൊട്ടേഷൻ. ഇവിടെ സ്ക്രിപ്റ്റ് എഫ് ആണ് കറസ്പോണ്ടിങ് സെറ്റും, റിലേഷൻ എന്ന് പറയുന്നത് ഈക്വലന്റ് എന്ന് എഴുതിയതുകൊണ്ട് നമുക്ക് സ്ക്രിപ്റ്റ് എഫ് ഓവർ ദാറ്റ് ഈക്വലന്റ് അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് എഫ് ഈക്വലന്റ് എന്ന് നമുക്ക് വേണമെങ്കിൽ വായിക്കാം അതിനെ. അപ്പൊ സ്ക്രിപ്റ്റ് എഫ് ഈക്വലന്റ് എന്ന് പറയുന്ന സെറ്റ് എന്താണ്? ഇറ്റ് ഈസ് ദ സെറ്റ് ഓഫ് ഓൾ ഈക്വലൻസ് ക്ലാസസ് എഫ് where f is an element of script f. ഇതുവരെ ഓക്കെ ആണോ? ഇനി നമ്മുടെ കോൺസെൻട്രേഷൻ ഈ പുതിയ സെറ്റിലാണ്, അതായത് സ്ക്രിപ്റ്റ് എഫ് ഇക്വലന്റ് എന്ന് പറഞ്ഞ സെറ്റിലാണ്. അപ്പൊ സ്ക്രിപ്റ്റ് എഫ് ഇക്വലന്റിലെ ഒരു എലമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഈക്വലൻസ് ക്ലാസ് ആണ്. ഈക്വലൻസ് ക്ലാസ് എഫ് ആണ്. ആ എഫ് എന്ന് പറയുന്നത് സ്ക്രിപ്റ്റ് എഫിലെ ഒരു എലമെന്റ് ആണ്. അതായത് എഫ് എന്ന് പറയുന്ന ഒരു എക്സ്റ്റെൻഡഡ് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ വിച്ച് ഈസ് മെഷറബിൾ ആൻഡ് ഫൈനൈറ്റ് ഓൾമോസ്റ്റ് എവ്രിവെയർ ഓൺ ഇ എന്നുള്ളൊരു. ഈ സെറ്റില് നമ്മൾ 2 ഓപ്പറേഷൻസ് ഡിഫൈൻ ചെയ്യാൻ പോവുകയാണ്, അഡീഷനും സ്കേലാർ മൾട്ടിപ്ലിക്കേഷനും. അത് ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇതിലെ 2 എലമെന്റ്സ് ആയിട്ടുള്ള സ്ക്രിപ്റ്റ് എഫും സ്ക്രിപ്റ്റ് ജിയും എടുത്ത് സ്ക്രിപ്റ്റ് എഫ് പ്ലസ് സ്ക്രിപ്റ്റ് ജി എന്ന് പറയുന്നത്, ഈക്വലൻസ് ക്ലാസ് എഫ് പ്ലസ് ഈക്വലൻസ് ക്ലാസ് ജി എന്ന് പറയുന്നത് ഈക്വലൻസ് ക്ലാസ് എഫ് പ്ലസ് ജി എന്നും, ആൽഫ ഡോട്ട് ഈക്വലൻസ് ക്ലാസ് എഫ് എന്നത് ഈക്വലൻസ് ക്ലാസ് ഓഫ് ആൽഫ എഫ് എന്നും നമ്മൾ ഡിനോട്ട് ചെയ്യുന്നു. ഇത് ആക്ച്വലി ഇതൊരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള മാപ്പാണ്. കാരണം ഇത് റെപ്രസെന്റേറ്റീവ്സിന്റെ ടേംസിലാണ് ഇത് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് അതിൻ്റെ ഒരു വെൽ ഡിഫൈൻനെസ് നമുക്കൊന്ന് പറയേണ്ടതുണ്ട്. വെൽ ഡിഫൈൻനെസ് പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളിത് ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഈക്വലൻസ് ക്ലാസ് എഫും ഈക്വലൻസ് ക്ലാസ് ജിയും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എഫ് പ്ലസ് ജിയുടെ ഈക്വലൻസ് ക്ലാസ് എന്നാണ്. ഇപ്പൊ ഈ ഈക്വലൻസ് ക്ലാസ് എഫിലെ ഒരു റെപ്രസെന്റേറ്റീവ് മാത്രമാണ് എഫ്. ആ എഫിന് പകരം അവിടുത്തെ മറ്റൊരു റെപ്രസെന്റേറ്റീവ് ആയിട്ടുള്ള F1ഉം അതുപോലെ ഈക്വലൻസ് ക്ലാസ് ജിയിലെ മറ്റൊരു റെപ്രസെന്റേറ്റീവ് ആയിട്ടുള്ള G1ഉം എടുത്താൽ ഈ F1 പ്ലസ് G1ന്റെ ഈക്വലൻസ് ക്ലാസ് തന്നെയാണ് എഫ് പ്ലസ് ജിയുടെയും ഈക്വലൻസ് ക്ലാസ് എന്ന് നമ്മൾ പറയണം. എങ്കിലേ ആ അഡീഷൻ എന്ന് പറയുന്നത് വെൽ ഡിഫൈൻഡ് ആണ് എന്ന് പറയാൻ പറ്റുള്ളൂ. അതായത് ഈക്വലൻസ് ക്ലാസ് എഫ് ഈക്വൽ ടു ഈക്വലൻസ് ക്ലാസ് F1 ആവുകയും ഈക്വലൻസ് ക്ലാസ് ജി ഈക്വൽ ടു ഈക്വലൻസ് ക്ലാസ് G1 ആവുകയും ചെയ്താൽ ഈക്വലൻസ് ക്ലാസ് എഫ് പ്ലസ് ഈക്വലൻസ് ക്ലാസ് ജി എന്ന് പറയുന്നതും ഈക്വലൻസ് ക്ലാസ് F1 പ്ലസ് ഈക്വലൻസ് ക്ലാസ് G1 എന്ന് പറയുന്നതും സെയിം ആണ് എന്ന് പറഞ്ഞാലാണ് വെക്ടർ അഡീഷൻ വെൽ ഡിഫൈൻഡ് ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതിനുവേണ്ടി ഈക്വലൻസ് ക്ലാസ് എഫ് ഈക്വൽ ടു ഈക്വലൻസ് ക്ലാസ് F1 എന്നും ഈക്വലൻസ് ക്ലാസ് ജി ഈക്വൽ ടു ഈക്വലൻസ് ക്ലാസ് G1 എന്നും നമ്മൾ എടുക്കുന്നു. നോക്കൂ, ഈക്വലൻസ് ക്ലാസ് എഫ് ഈക്വൽ ടു ഈക്വലൻസ് ക്ലാസ് F1 എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എഫ് ഈസ് ഈക്വലന്റ് ടു F1 എന്നാണ്. എഫ് ഈസ് ഈക്വലന്റ് ടു F1 എന്ന് പറഞ്ഞാൽ അതിനർത്ഥം there is a set E1 of measure 0 such that f of x and f1 of x are equal outside E1 എന്നാണ്. അതുപോലെ ഈക്വലൻസ് ക്ലാസ് ജി ഈക്വൽ ടു ഈക്വലൻസ് ക്ലാസ് G1 എന്ന് പറഞ്ഞാൽ അർത്ഥം ജി ഈക്വലന്റ് ടു G1 എന്നാണ്. അതായത് there is a subset E2 of E whose measure is 0 such that outside E2 G of x and G1 of x are same. അപ്പൊ നോക്കൂ, നമുക്ക് E1 E2 എന്ന് പറയുന്ന ഇയുടെ സബ്സെറ്റുകൾ സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു F1 ഓഫ് എക്സ് ഫോർ എവറി എക്സ് ബിലോങ്സ് ടു E മൈനസ് E1 ആൻഡ് G ഓഫ് എക്സ് ഈക്വൽ ടു G1 ഓഫ് എക്സ് ഫോർ എവറി എക്സ് ബിലോങ്സ് ടു E മൈനസ് E2 വേർ മെഷർ ഓഫ് E1 ആൻഡ് മെഷർ ഓഫ് E2 ആർ 0. അങ്ങനെയാണെങ്കിൽ നേരത്തെ നമ്മൾ ചെയ്ത പോലെ E1 യൂണിയൻ E2 എന്ന് പറയുന്ന സെറ്റിന്റെ പുറത്ത്, അതായത് ഫോർ എവറി എക്സ് ബിലോങ്സ് ടു E മൈനസ് E1 യൂണിയൻ E2 നമുക്ക് എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ E1 യൂണിയൻ E2ന്റെ പുറത്തുള്ള എക്സ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് E1ന്റെ പുറത്തുള്ള എക്സ് ആണ്. E1ന്റെ പുറത്തുള്ള എക്സുകൾക്കൊക്കെ എഫ് ഓഫ് എക്സിന് പകരം F1 ഓഫ് എക്സ് എന്നും E2ന്റെയും പുറത്താണ്, അതുകൊണ്ട് ജി ഓഫ് എക്സിന് പകരം G1 ഓഫ് എക്സ് എന്ന് എഴുതാം. അതാണ് ഇവിടെ നമ്മൾ എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ F1 ഓഫ് എക്സ് പ്ലസ് G1 ഓഫ് എക്സ് ആണ് എന്ന് എഴുതുന്നത്. മാത്രമല്ല മെഷർ ഓഫ് E1 യൂണിയൻ E2 എന്ന് പറയുന്നത് 0 ആണ് താൻ. അപ്പൊ നമുക്ക് എന്ത് കിട്ടുന്നു? എഫ് പ്ലസ് ജി എന്ന് പറയുന്നത് F1 പ്ലസ് G1 ആണ് എന്ന് കിട്ടുന്നു ഓൾമോസ്റ്റ് എവ്രിവെയർ. കാരണം മെഷർ 0 ആയിട്ടുള്ള ഒരു സെറ്റിൽ ഒഴികെ ബാക്കി എല്ലായിടത്തും എഫ് പ്ലസ് ജി ഓഫ് എക്സ് എന്ന് പറയുന്നതും F1 പ്ലസ് G1 ഓഫ് എക്സ് എന്ന് പറയുന്നതും ഈക്വൽ ആണ് എന്ന് കിട്ടും. എഫ് പ്ലസ് ജി ഈസ് ഈക്വൽ ടു F1 പ്ലസ് G1 ഓൾമോസ്റ്റ് എവ്രിവെയർ എന്ന് പറഞ്ഞാൽ എഫ് പ്ലസ് ജി ഈസ് ഈക്വലന്റ് ടു F1 പ്ലസ് G1 ആണ് അർത്ഥം. അതിനർത്ഥം ഈക്വലൻസ് ക്ലാസ് ഓഫ് എഫ് പ്ലസ് ജി ഈസ് ഈക്വൽ ടു ഈക്വലൻസ് ക്ലാസ് ഓഫ് F1 പ്ലസ് G1 എന്നാണ്.
അപ്പോൾ അഡീഷൻ വെൽ ഡിഫൈൻഡ് ആണെന്ന് കിട്ടും. ഇതുപോലെ തന്നെ സ്കെലാർ മൾട്ടിപ്ലിക്കേഷനും വെൽ ഡിഫൈൻഡ് ആണെന്ന് മനസ്സിലാക്കാൻ കഴിയും. ആൻഡ് ഇറ്റ് ഈസ് വെരി ഈസി ടു ഒബ്സർവ് ദാറ്റ് വിത്ത് റെസ്പെക്ട് ടു ദീസ് ഓപ്പറേഷൻസ് നമ്മുടെ ഈ സെറ്റ്, അതായത് സ്ക്രിപ്റ്റ് എഫ് ഓവർ ഈക്വലന്റ് അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് എഫ് ഈക്വലന്റ് എന്ന് പറയുന്ന സെറ്റ് ഒരു വെക്ടർ സ്പേസ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എല്ലാ കണ്ടീഷൻസും, വെക്ടർ സ്പേസിനുള്ള എല്ലാ കണ്ടീഷൻസും അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. നമ്മൾ സാധാരണ ഈ കോഷ്യൻ വെക്ടർ സ്പേസ് ഒക്കെ എടുക്കുന്ന പോലെ തന്നെയുള്ളൊരു പ്രോസസ്സാണ് അത്. ആക്ച്വലി സ്ക്രിപ്റ്റ് എഫ് എന്ന് പറയുന്നതും ഒരു വെക്ടർ സ്പേസ് ആണ്. നമ്മൾ എഫും ജിയും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എഫും ജിയും മെഷറബിൾ ഫംഗ്ഷൻ ആണെങ്കിൽ എഫ് പ്ലസ് ജി മെഷറബിൾ ആണ്, ആൽഫ എഫ് മെഷറബിൾ ആണ്. അത്തരം കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് കിട്ടുന്നതാണ്. ഇസ് ദാറ്റ് ഓക്കെ? ഓക്കെ. അപ്പൊ നമ്മൾ എങ്ങനെയാ തുടങ്ങിയതെന്ന് മനസ്സിലാക്കുക. ഇ എന്ന് പറയുന്നത് ഒരു മെഷറബിൾ സെറ്റ്, സ്ക്രിപ്റ്റ് എഫ് എന്ന് പറയുന്ന ഒരു സെറ്റ് നമ്മൾ എടുത്തു. സ്ക്രിപ്റ്റ് എഫ് എന്ന് പറയുന്ന സെറ്റിന്റെ സവിശേഷതയൊക്കെ നമ്മൾ സൂചിപ്പിക്കേണ്ടായി. സ്ക്രിപ്റ്റ് എഫ് എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് ഓൾ മെഷറബിൾ എക്സ്റ്റെൻഡഡ് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസ് വിച്ച് ആർ ഫൈനൈറ്റ് ഓൾമോസ്റ്റ് എവരിവെയർ ഓൺ ഇ. എന്നിട്ട് നമ്മൾ ആ സ്ക്രിപ്റ്റ് എഫിൽ ഒരു ഇക്വലൻസ് റിലേഷൻ ഡിഫൈൻ ചെയ്തു. എഫ് ഈസ് ഈക്വലന്റ് ടു ജി ഇഫ് ആൻഡ് ഓൺലി ഇഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് എക്സ് ഓൾമോസ്റ്റ് എവരിവെയർ ഓൺ എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്തു. അതൊരു ഈക്വലൻസ് റിലേഷൻ ആണെന്ന് ഒബ്സർവ് ചെയ്തു. ഈക്വലൻസ് റിലേഷൻ ആയതുകൊണ്ട് നമുക്ക് കറസ്പോണ്ടിങ് ഈക്വലൻസ് ക്ലാസസ് അടങ്ങുന്ന സെറ്റ് എടുക്കാം. അത് തീർച്ചയായിട്ടും സ്ക്രിപ്റ്റ് എഫിനെ പാർട്ടീഷൻ ചെയ്യുന്നു എന്നൊക്കെ അറിയാം. ആ പുതിയ സെറ്റ് സ്ക്രിപ്റ്റ് എഫ് ഓവർ ഈക്വലൻ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് എഫ് ഈക്വലൻ എന്ന് പറയുന്ന സെറ്റിൽ രണ്ട് ഓപ്പറേഷൻസ്, വെക്ടർ അഡീഷനും സ്കെലാർ മൾട്ടിപ്ലിക്കേഷനും നമ്മൾ ഡിഫൈൻ ചെയ്തു. അത് വെൽ ഡിഫൈൻഡ് ആണെന്ന് ഒബ്സർവ് ചെയ്തു. മാത്രമല്ല അതൊരു വെക്ടർ സ്പേസ് ആണെന്ന് മനസ്സിലായി. സ്ക്രിപ്റ്റ് എഫ് ഈക്വലന്റ് എന്ന് പറയുന്നത് ഒരു വെക്ടർ സ്പേസ് ആണ് എന്ന് മനസ്സിലായി. ഞാൻ പറഞ്ഞു നമ്മുടെ ഇന്നത്തെ ഡിസ്കഷന്റെ ഉദ്ദേശം ക്യാപിറ്റൽ എൽ പി സ്പേസസ് എന്താണ് എന്ന് ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത് ഒരു വെക്ടർ സ്പേസ് ആണ് സ്ക്രിപ്റ്റ് എഫ് ഈക്വലന്റ് എന്ന് പറയുന്ന ഒരു വെക്ടർ സ്പേസ്. ഓക്കെ, അങ്ങനെയെങ്കിൽ നമ്മൾ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി ലെസ് ദാൻ ഇൻഫിനിറ്റി ആവുമ്പോൾ എന്താണ് ക്യാപിറ്റൽ എൽ പി സ്പേസ് എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു. ആക്ച്വലി പി ഈക്വൽ ടു ഇൻഫിനിറ്റി ആവുമ്പോൾ എന്താണ് എന്നും നമുക്ക് പറയേണ്ടതുണ്ട്. അത് നമുക്ക് ആദ്യം 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി ലെസ് ദാൻ ഇൻഫിനിറ്റിക്ക് എന്താണ് ക്യാപിറ്റൽ എൽ പി സ്പേസ് എന്ന് ഡിഫൈൻ ചെയ്തതിന് ശേഷം നമുക്കത് ഡിഫൈൻ ചെയ്യാം. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി ലെസ് ദാൻ ഇൻഫിനിറ്റി ആവുമ്പോൾ പി അപ്പോൾ 1നേക്കാൾ വലിയ തുല്യമോ ആയിട്ടുള്ള ഏത് റിയൽ നമ്പർ വേണമെങ്കിലും ആവാം പി എന്ന് പറയുന്നത്. ക്യാപിറ്റൽ എൽ പി ഇ എന്ന് പറയുന്നത് ഈ സ്ക്രിപ്റ്റ് എഫ് ഈക്വലന്റിന്റെ ഒരു സബ്സെറ്റ് ആണ്. ഏത് സബ്സെറ്റ് ആണ് അത്? ഇറ്റ് ഈസ് ഇവിടെ എഴുതിയിട്ടുണ്ട്, ഞാൻ ഇവിടെ ഇംഗ്ലീഷ് എഴുതിയേക്കുന്നു നോക്കൂ. ക്യാപിറ്റൽ എൽ പി ഇ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സെറ്റ് ഓഫ് ഓൾ ഈക്വലൻസ് ക്ലാസസ് എഫ് ബിലോങ്സ് ടു സ്ക്രിപ്റ്റ് എഫ് ഈക്വലൻ സച്ച് ദാറ്റ് ഈ എഫിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റഗ്രൽ ഓഫ് മോഡ് എഫ് പവർ പി ഓവർ ഇ എന്ന് പറയുന്നത് ഫൈനൈറ്റ് ആയിരിക്കണം. മോഡ് എഫ് പവർ പി എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇന്റഗ്രബിൾ ആയിരിക്കണം. ഇന്റഗ്രബിൾ ഓവർ ഇ ആയിരിക്കണം. അതാണ് അതിന്റെ മീനിങ്. മോഡ് എഫ് പവർ പി ഇന്റഗ്രബിൾ ഓവർ ആയിട്ടുള്ള എഫുകൾ കൺസിഡർ ചെയ്ത്, എവിടെയുള്ള എഫുകൾ? സ്ക്രിപ്റ്റ് എഫിലുള്ള എഫുകൾ കൺസിഡർ ചെയ്ത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈക്വലൻസ് ക്ലാസസ് അടങ്ങുന്ന ആ സെറ്റിനെയാണ് നമ്മൾ ക്യാപിറ്റൽ എൽ പി ഇ എന്ന് പറയുന്നത്. അപ്പൊ ക്യാപിറ്റൽ എൽ പി ഇയിൽ ഒരു എലമെന്റ് ആണ് ഈക്വലൻസ് ക്ലാസ് എഫ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ എഫ് എന്ന് പറയുന്നത് ഈ ഇന്റഗ്രൽ മോഡ് എഫ് പവർ പി ഓവർ ഇ ലെസ് ദാൻ ഇൻഫിനിറ്റി എന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ എഫ് എന്ന് പറയുന്നത് സ്ക്രിപ്റ്റ് എഫിലെ ഫംഗ്ഷൻ ആയിരിക്കാം. എന്ന് പറഞ്ഞാൽ എഫ് എന്ന് പറയുന്നത് ഒരു എക്സ്റ്റെൻഡഡ് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ, മെഷറബിൾ ഫംഗ്ഷൻ വിച്ച് ഈസ് ഫൈനൈറ്റ് ഓൾമോസ്റ്റ് എവരിവെയർ ഓൺ ഇ ആയിരിക്കും വേണം. അതാണ് ക്യാപിറ്റൽ എൽ പിയുടെ ഡെഫിനിഷൻ. സോ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി ലെസ് ദാൻ ഇൻഫിനിറ്റി വി ഡിഫൈൻ ക്യാപിറ്റൽ എൽ പി ഇ, എൽ പവർ പി എന്നല്ല എൽ പി ഇ തന്നെയുണ്ട് നമ്മൾ അതിനെ വായിക്കുക. ക്യാപിറ്റൽ എൽ പി ഇ ടു ബി ദ കളക്ഷൻ ഓഫ് ഈക്വലൻസ് ക്ലാസ് എഫ് ഫോർ വിച്ച് ഇന്റഗ്രൽ മോഡ് എഫ് പവർ പി ഓവർ ഇ ഈസ് ഫൈനൈറ്റ്. അതായത് മോഡ് എഫ് പവർ പി എന്ന് പറയുന്നത് ഒരു ഇന്റഗ്രബിൾ ഫംഗ്ഷൻ ആയിരിക്കണം ഓവർ ഇ. ഇറ്റ് മസ്റ്റ് ബി ഇന്റഗ്രബിൾ ഓവർ ഇ എന്നുള്ളതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ആൻഡ് വാട്ട് വി വിഷ് ടു പ്രൂവ് ഈസ് ദാറ്റ് ഈ ക്യാപിറ്റൽ എൽ പി ഇ എന്ന് പറയുന്നത് ആക്ച്വലി നമുക്ക് ഇതൊരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള കാര്യമാണോ എന്ന് നമുക്ക് ഒന്ന് നിർണ്ണയിക്കേണ്ടതുണ്ട്. അത് വളരെ ഒബ്വിയസ് ആണെങ്കിൽ കൂടി, അല്ലെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് കിട്ടുമെങ്കിൽ കൂടി വെൽ ഡിഫൈൻഡ് ആണോ എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ എഗെയിൻ നമ്മളിത് റെപ്രസെൻറ്റേറ്റീവ്സിന്റെ ടേംസിലാണല്ലോ ഡിഫൈൻ ചെയ്യുന്നത്. അതായത്
ഈക്വലൻസ് ക്ലാസ് എഫ് എന്ന് പറയുന്നത് LPEയിൽ ഉണ്ടാവണമെങ്കിൽ ഇന്റഗ്രൽ ഓഫ് മോഡ് എഫ് പവർ പി ഓവർ ഇ എന്ന് പറയുന്നത് ഫൈനൈറ്റ് ആവണം എന്നാണ് പറയുന്നത്. അപ്പൊ അഥവാ ഈ ഈക്വലൻസ് ക്ലാസ് എഫിന്റെ ഒരു റെപ്രസെന്റേറ്റീവ് മാത്രമാണല്ലോ എഫ്, മറ്റൊരു റെപ്രസെന്റേറ്റീവ് ആണ് ജി എന്ന് കരുതുക. അപ്പോൾ ഇന്റഗ്രൽ ഓഫ് മോഡ് എഫ് പവർ പി ഓവർ ഇ എന്ന് പറയുന്നത് ഫൈനൈറ്റ് ആവുകയും അതേസമയം ഇന്റഗ്രൽ ഓഫ് മോഡ് ജി പവർ പി ഓവർ ഇ എന്ന് പറയുന്നത് ഫൈനൈറ്റ് ആവാതിരിക്കുകയും ചെയ്താൽ ഈ ഈക്വലൻസ് ക്ലാസ് എഫ് എന്നുള്ളതിനെ LPEയിൽ ഉൾപ്പെടുത്തുമോ ഉൾപ്പെടുത്താതിരിക്കുമോ എന്ന സംശയം വരും. അങ്ങനെ വന്നാൽ ഇതൊരു ഭംഗിയായിട്ടുള്ള ഡെഫിനിഷൻ അല്ലാതെയായി മാറും. പക്ഷെ നമ്മൾ പറയുന്നത് അത്തരം സിറ്റുവേഷൻ ഉണ്ടാവില്ല എന്നുള്ളതാണ്. അതായത് ഈ ഈക്വലൻസ് ക്ലാസ് എഫ് എന്നതും ഈക്വലൻസ് ക്ലാസ് ജി എന്നതും ഈക്വൽ ആണ് എന്ന് വിചാരിക്കുക. അതായത് ജി എന്ന് പറയുന്നത് അതിന്റെ മറ്റൊരു റെപ്രസെന്റേറ്റീവ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇന്റഗ്രൽ ഓഫ് മോഡ് എഫ് പവർ പി ഓവർ ഇ എന്ന് പറയുന്നതും ഇന്റഗ്രൽ ഓഫ് മോഡ് ജി പവർ പി ഓവർ ഇ എന്ന് പറയുന്നതും ഈക്വൽ ആയിരിക്കും എന്നാണ് നമ്മൾ ആദ്യം ഒബ്സർവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ദിസ് ഈസ് പ്രോപ്പർലി ഡിഫൈൻഡ്. എന്താ കാരണം? ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. പ്രോപ്പർലി ഡിഫൈൻഡ് ആവാൻ കാരണം ഈക്വലൻസ് ക്ലാസ് എഫ് ഈക്വൽ ടു ഈക്വലൻസ് ക്ലാസ് ജി ആണെന്ന് വിചാരിക്കുക. അപ്പൊ ജി മറ്റൊരു റെപ്രസെന്റേറ്റീവ് ആണല്ലോ. അതിന്റെ അർത്ഥം ഈക്വലൻസ് ക്ലാസ് എഫ് ഈക്വൽ ടു ഈക്വലൻസ് ക്ലാസ് ജി എന്ന് പറഞ്ഞാൽ എഫ് ഈക്വലൻ ടു ജി എന്നാണ്. ഈക്വലന്റിന്റെ ഡെഫിനിഷൻ പ്രകാരം എഫ് ഈക്വൽ ടു ജി ഓൾമോസ്റ്റ് എവരിവെയർ ഓൺ ഇ എന്നാണ്. എഫും ജിയും ഓൾമോസ്റ്റ് എവരിവെയർ ഈക്വൽ ആണെങ്കിൽ മോഡ് എഫും മോഡ് ജിയും ഓൾമോസ്റ്റ് എവരിവെയർ ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ മോഡ് എഫ് പവർ പിയും മോഡ് ജി പവർ പിയും ഓൾമോസ്റ്റ് എവരിവെയർ ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ മോഡ് എഫ് പവർ പി മൈനസ് മോഡ് ജി പവർ പി എന്ന് പറയുന്നത് 0 ആണ് ഓൾമോസ്റ്റ് എവരിവെയർ. അപ്പൊ ഇന്റഗ്രൽ ഓഫ് മോഡ് എഫ് പവർ പി മൈനസ് മോഡ് ജി പവർ പി ഓവർ ഇ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇന്റഗ്രൽ ഓഫ് മോഡ് എഫ് പവർ പി ഓവർ ഇ എന്ന് പറയുന്നതും ഇന്റഗ്രൽ ഓഫ് മോഡ് ജി പവർ പി ഓവർ ഇ എന്ന് പറയുന്നതും ഈക്വൽ ആയിരിക്കും. ഇന്റഗ്രേഷന്റെ ലീനിയാരിറ്റി ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അത് കിട്ടും. അപ്പൊ നമുക്ക് ഈക്വലൻസ് ക്ലാസ് എഫും ഈക്വലൻസ് ക്ലാസ് ജിയും ഈക്വൽ ആണ് എന്നുണ്ടെങ്കിൽ ഇന്റഗ്രൽ ഓഫ് മോഡ് എഫ് പവർ പി ഓവർ ഇയും ഇന്റഗ്രൽ ഓഫ് മോഡ് ജി പവർ പി ഓവർ ഇയും ഈക്വൽ ആണെന്ന് കിട്ടും. അപ്പൊ അതിൽ ഏതെങ്കിലും ഒരെണ്ണം ഫൈനൈറ്റ് ആണെങ്കിൽ സ്വാഭാവികമായിട്ട് ആ വാല്യൂ തന്നെയാണല്ലോ മറ്റേതും നമുക്ക് ഫൈനൈറ്റ് ആണെന്ന് കിട്ടും. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ദിസ് ഈസ് പ്രോപ്പർലി ഡിഫൈൻഡ്. കാരണം എഫ് ഈക്വലൻ ടു ജി ആണെങ്കിൽ അവർ ഒറ്റയടിക്ക് എഴുതിയെന്നുള്ളൂ. ഇന്റഗ്രൽ ഓഫ് മോഡ് എഫ് പവർ പി ഓവർ ഇ ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് മോഡ് ജി പവർ പി ഓവർ ഇ. അതുകൊണ്ട് ഈ LPയുടെ ഡെഫിനേഷന് പ്രശ്നമൊന്നുമില്ല. ആരൊക്കെയാണ് LPയിൽ ഉള്ളത് എന്നും ആരൊക്കെയാണ് ഇല്ലാത്തതെന്നും ആ റെപ്രസെന്റേറ്റീവ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഏത് റെപ്രസെന്റേറ്റീവ് ചൂസ് ചെയ്താലും അതിനകത്ത് ഒരാളെ ആർബിട്രറി ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാളെ ചൂസ് ചെയ്തിട്ട് ഇന്റഗ്രൽ ഓഫ് മോഡ് എഫ് പവർ പി ഓവർ ഇ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അത് ഫൈനൈറ്റ് ആണെങ്കിൽ ബാക്കിയുള്ളവരെല്ലാവരും അതേ വാല്യൂ തന്നെയാണ് ആ ഇന്റഗ്രലിന് കിട്ടുന്നത്. ഇസ് ദാറ്റ് ഓക്കെ? ഓക്കെ സർ. ഇനി നമ്മൾ തെളിയിക്കാൻ പോകുന്നത്, അപ്പോൾ അത് വെൽ ഡിഫൈൻഡ് ആണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമ്മൾ തെളിയിക്കാൻ പോകുന്നത് ഈ ക്യാപിറ്റൽ LPE എന്ന് പറയുന്നത് സ്ക്രിപ്റ്റ് ഓഫ് ഈക്വലന്റിന്റെ കേവലമായ ഒരു സബ്സെറ്റ് മാത്രമല്ല, അത് ആക്ച്വലി ഒരു സബ്സ്പേസ് ആണ് എന്നാണ് നമ്മൾ തെളിയിക്കാൻ പോകുന്നത്. അപ്പൊ സബ്സ്പേസ് ആണെന്ന് തെളിയിക്കാൻ നിങ്ങൾക്കറിയാം, രണ്ട് കാര്യങ്ങൾ തെളിയിച്ചാൽ മതി. അത് ക്ലോസ്ഡ് അണ്ടർ വെക്ടർ അഡീഷൻ ആണ് എന്നും ക്ലോസ്ഡ് അണ്ടർ സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ആണ് എന്നും തെളിയിച്ചാൽ മതി. അതായത് സ്ക്രിപ്റ്റ് എഫും സ്ക്രിപ്റ്റ് ജിയും ക്യാപിറ്റൽ LPEയിൽ ഉണ്ടെങ്കിൽ ഈക്വലൻസ് ക്ലാസ് എഫ് പ്ലസ് ഈക്വലൻസ് ക്ലാസ് എഫ് കോമ ഈക്വലൻസ് ക്ലാസ് ജി എന്ന് പറയുന്നത് LPEയിലുള്ള രണ്ട് എലമെന്റ്സ് ആണ് എങ്കിൽ ഈക്വലൻസ് ക്ലാസ് എഫ് പ്ലസ് ഈക്വലൻസ് ക്ലാസ് ജി എന്ന് പറയുന്നതും ക്യാപിറ്റൽ LPEയിലുള്ള ഒരു എലമെന്റ് ആണ് എന്നും, അതുപോലെ ആൽഫ എന്ന് പറയുന്ന റിയൽ നമ്പർ ആകുമ്പോൾ ആൽഫ ഡോട്ട് ഈക്വലൻസ് ക്ലാസ് എഫ് എന്ന് പറയുന്നതും ക്യാപിറ്റൽ LPEയിലുള്ള ഒരു എലമെന്റ് ആണ് എന്ന് തെളിയിച്ചാൽ മതി. അപ്പൊ സ്വാഭാവികമായിട്ട് ക്യാപിറ്റൽ LPE എന്ന് പറയുന്നത് സ്ക്രിപ്റ്റ് ഓഫ് ഈക്വലന്റിന്റെ ഒരു സബ്സ്പേസ് ആയി വരും. അതിനുവേണ്ടി നമ്മൾ ആദ്യം ഒബ്സർവ് ചെയ്യുന്ന ഒരു ഇനീക്വാലിറ്റി ആണ് ഇത്. മോഡ് എ പ്ലസ് ബി ഓൾ പവർ പി എന്ന് പറയുന്നത് 2 പവർ പി ഇൻറ്റു മോഡ് എ പവർ പി പ്ലസ് മോഡ് ബി പവർ പി ആണ് എന്നാണ് പറയുന്നത്. നമുക്ക് പരിശോധിച്ച് നോക്കാം. മോഡ് എ പ്ലസ് ബി പവർ പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 പവർ പി ഇൻറ്റു മോഡ് എ പവർ പി പ്ലസ് മോഡ് ബി പവർ പി ആണോ എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. മോഡ് എ പ്ലസ് ബി ഓൾ പവർ പി എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, നോക്കൂ, ഈ മോഡ് എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എ പ്ലസ് മോഡ് ബി ആണ്. ഓൾ പവർ പി എന്ന് എഴുതാൻ പറ്റും. അതാണ് ഇവിടെ ആദ്യം എഴുതിയിട്ടുള്ളത്, കണ്ടത്. മോഡ് എ പ്ലസ് ബി ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എ പ്ലസ് മോഡ് ബി എന്നുള്ളത് എഴുതിയിട്ടുണ്ട്. നമുക്കിതിനെ ഇങ്ങനെ ചെയ്യാൻ പറ്റും.
രണ്ട് കേസായിട്ട് നമുക്കതിനെ പരിശോധിക്കാം. ഒന്നാമത്തെ കേസിൽ കേസ് 1 മോഡ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് ബി ആണെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് മോഡ് എ പ്ലസ് മോഡ് ബി ഓൾ റേസ് ടു പി എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് ബി പ്ലസ് മോഡ് ബി ഓൾ റേസ് ടു പി എന്ന് വരും. കാരണം മോഡ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് ബി ആണല്ലോ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 2 മോഡ് ബി ഓൾ പവർ പി എന്ന് വരും. അതായത് 2 പവർ പി മോഡ് ബി പവർ പി എന്ന് വരും. ആൻഡ് ദാറ്റ് ഈസ് ഒബ്വിയസ്ലി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 പവർ പി മോഡ് എ പവർ പി പ്ലസ് 2 പവർ പി മോഡ് ബി പവർ പി. കാരണം ഞാനിവിടെ ഒരു നോൺ നെഗറ്റീവ് നമ്പറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതായത് 2 പവർ പി ഇൻറ്റു മോഡ് എ പവർ പി പ്ലസ് മോഡ് ബി പവർ പി എന്ന് കിട്ടും. അപ്പൊ നോക്കൂ, ഈ പറഞ്ഞ കാര്യം ശരിയാവും. ഏത് കാര്യം? ഇത് മോഡ് എ പ്ലസ് ബി ഓൾ പവർ പി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 പവർ പി ഇൻറ്റു മോഡ് എ പവർ പി പ്ലസ് മോഡ് ബി പവർ പി എന്ന് കിട്ടും. ഇത് നമ്മൾ മോഡ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് ബി എടുക്കുമ്പോൾ, അതുപോലെ തന്നെ മോഡ് ബി ലെസ് ദാൻ മോഡ് എ, നമ്മൾ മോഡ് എയും മോഡ് ബി എടുത്തു കഴിഞ്ഞാൽ ഒന്നുകിൽ മോഡ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് ബി ആയിരിക്കും, അല്ലെങ്കിൽ മോഡ് ബി ലെസ് ദാൻ മോഡ് എ ആയിരിക്കും. മോഡ് ബി ലെസ് ദാൻ മോഡ് എ എന്ന് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ രണ്ട് സ്ഥലത്തും മോഡ് എ എന്ന് എഴുതും എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ 2 മോഡ് എ ഓൾ പവർ പി എന്ന് കിട്ടും. അതായത് 2 പവർ പി മോഡ് എ പവർ പി. അപ്പൊ നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് 2 പവർ പി മോഡ് ബി പവർ പി ആണ് എന്ന വ്യത്യാസം മാത്രമേ ഉണ്ടാവുള്ളൂ. ക്ലിയർ ആണോ അത്? അതാണ് അവരതിനെ ഒറ്റയടിക്ക് രണ്ട് കേസൊക്കെ ആക്കി മാറ്റാതിരിക്കാൻ വേണ്ടി മാക്സിമം ഓഫ് മോഡ് എ കോമ മോഡ് ബി എന്ന് എഴുതിയുള്ളൂ. നമ്മൾ രണ്ട് കേസ് ആക്കുമ്പോൾ മാക്സിമം ഓഫ് മോഡ് എ കോമ മോഡ് ബി, മോഡ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് ബി എന്ന് എടുക്കുമ്പോൾ ആ മാക്സിമം എന്നുള്ളതിലും പകരം മോഡ് ബി എന്ന് മാത്രം വരും. തിരിച്ചു വരുമ്പോൾ മോഡ് എ എന്ന് വരും. അങ്ങനെയുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അതിനെ ടാക്കിൾ ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ല. എനിവേ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഏത് റിയൽ നമ്പർ, ഇത് റിയൽ നമ്പറുകളുടെ കാര്യമാണ് കേട്ടോ പറയുന്നത്. ഫോർ എനി 2 നമ്പേഴ്സ് എ ആൻഡ് ബി, മോഡ് എ പ്ലസ് ബി ഓൾ പവർ പി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 പവർ പി ഇൻറ്റു മോഡ് എ പവർ പി പ്ലസ് മോഡ് ബി പവർ പി എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് തെളിയിക്കേണ്ടത് എന്താണ്? ഈ ക്യാപിറ്റൽ എൽ പിയിലെ രണ്ട് എലമെന്റ്സ് ആയിട്ടുള്ള നമുക്ക് ഈക്വലൻസ് ക്ലാസ് എഫും ഈക്വലൻസ് ക്ലാസ് ജിയും ക്യാപിറ്റൽ എൽ പി ഇയിലെ രണ്ട് എലമെന്റ്സ് ആണ് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ക്യാപിറ്റൽ എൽ പിയുടെ ഡെഫിനിഷൻ പ്രകാരം നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താ? ഓഫ് കോഴ്സ് ഈ കാര്യം എഫ് എന്ന് പറയുന്നതും ജി എന്ന് പറയുന്നതും മെഷറബിൾ എക്സ്റ്റെൻഡഡ് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസ് വിച്ച് ആർ ഫൈനൈറ്റ് ഓൾമോസ്റ്റ് എവരിവെയർ ഓൺ ഇ ആണ്. അപ്പൊ അത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതും മെഷറബിൾ ആയിരിക്കും, എക്സ്റ്റെൻഡഡ് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആയിരിക്കും, ഫൈനൈറ്റ് ഓൾമോസ്റ്റ് എവരിവെയർ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അപ്പൊ നമുക്ക് ആകെ, കാരണം അത് സ്ക്രിപ്റ്റ് ഓഫ് ഈക്വലന്റ് എന്ന് പറയുന്നത് ഒരു വെക്ടർ സ്പേസ് ആണെന്ന് തെളിയിക്കുന്നതിൽ അതെല്ലാം വരുന്ന കാര്യമാണ്. അപ്പൊ നമുക്ക് അഡീഷണൽ ആയിട്ട് നമുക്ക് വരുന്ന കാര്യം എന്ന് പറയുന്നത് ഇന്റഗ്രൽ ഓഫ് മോഡ് എഫ് പവർ പി ഓവർ ഇ എന്ന് പറയുന്നത് ഫൈനൈറ്റ് ആണ് എന്നും ഇന്റഗ്രൽ ഓഫ് മോഡ് ജി പവർ പി ഓവർ ഇ എന്ന് പറയുന്നത് ഫൈനൈറ്റ് ആണ് എന്നും കിട്ടും. ഓക്കെ, നമുക്കറിയാം മോഡ് എഫ് പ്ലസ് ജി പവർ പി, അതായത് ഫോർ എവരി എക്സ് ബിലോങ്സ് ടു ഇ, മോഡ് എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ഓൾ പവർ പി ആണ്. അപ്പൊ എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും റിയൽ നമ്പറുകളാണ്. അപ്പൊ നമ്മൾ പ്രൂവ് ചെയ്ത ഈ ഇൻഈക്വാലിറ്റി പ്രകാരം നമുക്ക് എന്ത് കിട്ടും? ദിസ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 പവർ പി ഇൻറ്റു മോഡ് എഫ് പവർ പി പ്ലസ് മോഡ് ജി പവർ പി എന്ന് നമുക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ ലെബേഗ് ഇന്റഗ്രേഷന്റെ മൊണോട്ടോണിസിറ്റി പ്രകാരം ഇന്റഗ്രൽ ഓഫ് മോഡ് എഫ് പ്ലസ് ജി പവർ പി ഓവർ ഇ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, അതുപോലെ ലീനിയാരിറ്റിയും ഉണ്ട്. അതുപ്രകാരം നമുക്ക് ലെബേഗ് ഇന്റഗ്രേഷന്റെ മൊണോട്ടോണിസിറ്റിയും ലീനിയാരിറ്റിയും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 2 പവർ പി ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് മോഡ് എഫ് പവർ പി ഓവർ ഇ പ്ലസ് ഇന്റഗ്രൽ ഓഫ് മോഡ് ജി പവർ പി ഓവർ ഇ എന്ന് നമുക്ക് കിട്ടും. നമ്മുടെ അസംഷൻ പ്രകാരം ഇത് ഫൈനൈറ്റ് ആണ്, ഇത് ഫൈനൈറ്റ് ആണ്. 2 പവർ പി എന്ന് പറയുന്ന ഒരു ഫൈനൈറ്റ് നമ്പർ ആണ്. സോ ദിസ് ഈസ് ഫൈനൈറ്റ്. അതിന്റെ അർത്ഥം എന്താണ്? ഈക്വലൻസ് ക്ലാസ് ഓഫ് എഫ് പ്ലസ് ജി എന്ന് പറയുന്നത് ക്യാപിറ്റൽ എൽ പി ഇയിലുണ്ട് എന്നാണ് അർത്ഥം.
അതായത് ഈക്വലൻസ് ക്ലാസ് ഓഫ് എഫ് പ്ലസ് ജി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡെഫിനേഷൻ പ്രകാരം എന്താണ്? ഈക്വലൻസ് ക്ലാസ് ഓഫ് എഫ് പ്ലസ് ഈക്വലൻസ് ക്ലാസ് ഓഫ് ജി എന്നാണ്. അത് ക്യാപിറ്റൽ LPEയിലുണ്ട്. അപ്പോൾ ഈക്വലൻസ് ക്ലാസ് എഫും ഈക്വലൻസ് ക്ലാസ് ജിയും ക്യാപിറ്റൽ LPEയിലുള്ള രണ്ട് എലമെന്റ്സ് ആണെങ്കിൽ ഈക്വലൻസ് ക്ലാസ് എഫ് പ്ലസ് ഈക്വലൻസ് ക്ലാസ് ജി എന്ന് പറയുന്നത് ക്യാപിറ്റൽ LPEയിലുള്ള ഒരു എലമെന്റ് ആണ് എന്ന് കിട്ടും. അതുപോലെ ഇന്റഗ്രൽ ഓഫ് മോഡ് ആൽഫ എഫ് പവർ പി ഓവർ ഇ എന്ന് പറഞ്ഞാൽ നമുക്ക് ലെബേഗ് ഇന്റഗ്രേഷന്റെ ലീനിയാരിറ്റി പ്രകാരം ദിസ് ഈസ് മോഡ് ആൽഫ പവർ പി ഇന്റഗ്രൽ ഓവർ ഇ മോഡ് എഫ് പവർ പി. ഇന്റഗ്രൽ മോഡ് എഫ് പവർ പി ഓവർ ഇ എന്ന് പറയുന്നത് ഫൈനൈറ്റ് ആണ്. മോഡ് ആൽഫ പവർ പി എന്ന് പറയുന്നത് ഒരു ഫൈനൈറ്റ് എക്സ്പ്രഷൻ ആണ്. സോ ദിസ് ഈസ്, അതിന്റെ അർത്ഥം എന്താണ്? ഈക്വലൻസ് ക്ലാസ് ആൽഫ എഫ് എന്ന് പറയുന്നത് LPEയിലുള്ള ഒരു എലമെന്റ് ആണ്. പക്ഷെ ഡെഫിനിഷൻ പ്രകാരം ഈക്വലൻസ് ക്ലാസ് ആൽഫ എഫ് എന്ന് പറയുന്നത് എന്താണ്? ആൽഫ ഈക്വലൻസ് ക്ലാസ് എഫ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ LPEയിലുള്ള ഒരു എലമെന്റ് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ എഴുതിയേക്കുന്ന കാര്യം, വി ഇൻഫർ ഫ്രം ദിസ് ഇൻഈക്വാലിറ്റി ടുഗദർ വിത്ത് ദ ലീനിയാരിറ്റി ആൻഡ് മൊണോട്ടോണിസിറ്റി ഓഫ് ഇന്റഗ്രേഷൻ. നമ്മളിവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇപ്പോൾ അത് പറഞ്ഞു. ഈക്വലൻസ് ക്ലാസ് എഫും ഈക്വലൻസ് ക്ലാസ് ജിയും LPEയിലുണ്ടെങ്കിൽ ആൽഫ ഡോട്ട് ഈക്വലൻസ് ക്ലാസ് എഫ് പ്ലസ് ബീറ്റ ഡോട്ട് ഈക്വലൻസ് ക്ലാസ് ജിയും LPEയിലുണ്ടായിരിക്കും. അതുകൊണ്ട് LPE ഒരു സബ്സ്പേസ് ഓഫ് സ്ക്രിപ്റ്റ് എഫ് ഈക്വലന്റ് ആയിരിക്കും. അതിന്റെ അർത്ഥം LPE ഇറ്റ്സെൽഫ് ഒരു വെക്ടർ സ്പേസ് ആയിരിക്കും. ഈ പിക്ക് പകരം 1 കൊടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? L1E. L1E എന്ന് പറഞ്ഞാൽ എന്താണ്? സെറ്റ് ഓഫ് ഓൾ ഈക്വലൻസ് ക്ലാസസ് എഫ് such that integral of mod f over E is finite. നമുക്കറിയാം എഫ് ഇന്റഗ്രബിൾ ആണ് എന്ന് പറയുന്നത് മോഡ് എഫ് ഇന്റഗ്രബിൾ ആവുമ്പോഴാണ്. മോഡ് എഫ് ഇന്റഗ്രബിൾ ആണ് എന്ന് പറയുന്നത് ഇന്റഗ്രൽ ഓഫ് മോഡ് എഫ് ഓവർ ഇ ഫൈനൈറ്റ് ആവുമ്പോഴാണ്. അപ്പൊ L1E എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ച്വലി ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഓൾ ഈക്വലൻസ് ക്ലാസസ് ഓഫ് ഇന്റഗ്രബിൾ ഫങ്ഷൻസ്. ഇറ്റ് ഈസ് ദ സെറ്റ് ഓഫ് ഓൾ ഈക്വലൻസ് ക്ലാസ് എഫ് സച്ച് ദാറ്റ് എഫ് ഈസ് ഇന്റഗ്രബിൾ എന്നാണ്. ഇന്റഗ്രൽ ഓഫ് മോഡ് എഫ് ഓവർ ഇ ഈസ് ഫൈനൈറ്റ് എന്ന് പറഞ്ഞാൽ എഫ് ഇന്റഗ്രബിൾ എന്നാണ് അതിന്റെ അർത്ഥം. എഫ് ഇന്റഗ്രബിളിന്റെ ഡെഫിനേഷൻ നമ്മൾ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. L1E ഒരു സ്പെഷ്യൽ കേസ് ആയിട്ട് പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ക്യാപിറ്റൽ LP സ്പേസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ LPE ഫോർ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു P ലെസ് ദാൻ ഇൻഫിനിറ്റി, അതൊരു വെക്ടർ സ്പേസ് ആണ്. അതിനകത്ത് ഓരോ എലമെന്റും ഒരു ഈക്വലൻസ് ക്ലാസ് ആണ്. ആരുടെ ഈക്വലൻസ് ക്ലാസ് ആണ്? ഫംഗ്ഷന്റെ ഈക്വലൻസ് ക്ലാസ്സുകളാണ്. എങ്ങനെയുള്ള ഫംഗ്ഷൻസ് ആണ്? ബൗണ്ടഡ് എക്സ്റ്റെൻഡഡ് മെഷറബിൾ എക്സ്റ്റെൻഡഡ് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസ് വിച്ച് ആർ ഫൈനൈറ്റ് ഓൾമോസ്റ്റ് എവരിവെയർ ഓൺ ഇ ആണ്. അങ്ങനെയുള്ള എല്ലാ എഫുകളുടെയും ഈക്വലൻസ് ക്ലാസ്സുകൾ LPEയിൽ ഉണ്ടാകുമോ? ഉണ്ടാകണം എന്നില്ല. ഒരു കണ്ടീഷൻ കൂടി സാറ്റിസ്ഫൈ ചെയ്യണം. മോഡ് എഫ് പവർ പി ഇന്റഗ്രബിൾ ഓവർ ഇ ആയിരിക്കണം. അല്ലെങ്കിൽ ഇന്റഗ്രൽ ഓഫ് മോഡ് എഫ് പവർ പി ഓവർ ഇ എന്ന് പറയുന്നത് ഫൈനൈറ്റ് ആവണം. ഇത്രയും ഗുണങ്ങൾ ഉണ്ടെങ്കിലാണ് ഒരു ഈക്വലൻസ് ക്ലാസ് എഫ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ LPEയിലുള്ള ഒരു എലമെന്റ് ആണ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ. Okay, sir. Okay, sir. Now we discuss the case P equal to infinity. അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്ക്രിപ്റ്റ് എഫ് നേരത്തെ എടുത്ത സ്ക്രിപ്റ്റ് എഫ് തന്നെ കേട്ടെ. അപ്പൊ ഈ ഒരു മെഷറബിൾ സെറ്റ് ആണ് സ്ക്രിപ്റ്റ് എഫ് എന്ന് പറയുന്നത്. കളക്ഷൻ ഓഫ് ഓൾ മെഷറബിൾ എക്സ്റ്റെൻഡഡ് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസ് ഓൺ ഇ വിച്ച് ആർ ഫൈനൈറ്റ് ഓൾമോസ്റ്റ് എവരിവെയർ ഓൺ ഇ. അങ്ങനെ സ്ക്രിപ്റ്റ് എഫിലുള്ള ഒരു എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ നമുക്കറിയാം ഒരു ഫംഗ്ഷൻ ബൗണ്ടഡ് ആണ് എന്ന് പറയുന്നത് there is some constant m such that mod f of x less than or equal to m for all x belongs to e ആവുമ്പോഴാണ്. essentially bounded എന്ന് പറഞ്ഞാൽ there is some positive constant m such that mod f of x less than or equal to capital M for almost all x belongs to e. അതായത് മെഷർ 0 ആയിട്ടുള്ള ഒരു സെറ്റിൽ ഒഴികെയുള്ള എല്ലാ എക്സുകളിലും mod f of x less than or equal to m ആയിരിക്കും. mod f of x less than or equal to m for almost all x belongs to e എന്ന് പറയുന്നതും mod f of x less than or equal to m almost everywhere on e എന്ന് പറയുന്നതും തുല്യം സെയിം തന്നെയാണ്. അപ്പോൾ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷനെ ഈ എം എന്നുള്ളതിനെ നമ്മൾ എസെൻഷ്യൽ ബൗണ്ട് ഫോർ എഫ് എന്ന് നമ്മൾ പറയും.
അപ്പോൾ സ്ക്രിപ്റ്റ് എഫിലുള്ള ഒരു ഫംഗ്ഷൻ സ്മോൾ എഫ് എന്ന് പറയുന്നത് എസെൻഷ്യലി ബൗണ്ടഡ് ആണ് എന്ന് പറയുന്നത് അതിനൊരു എസെൻഷ്യൽ അപ്പർ ബൗണ്ട് ഉണ്ടാവുമ്പോഴാണ്. എന്താണ് എഫിന്റെ എസെൻഷ്യൽ അപ്പർ ബൗണ്ട് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എം എന്ന് പറയുന്ന ഒരു നോൺ നെഗറ്റീവ് റിയൽ നമ്പർ എഫ് എന്ന് പറയുന്ന സ്ക്രിപ്റ്റ് എഫിലുള്ള ഒരു ഫംഗ്ഷന്റെ എസെൻഷ്യൽ അപ്പർ ബൗണ്ട് ആണ് എന്ന് പറയണമെങ്കിൽ there will be some subset E naught of E such that measure of E naught equal to 0 and mod f of x is less than or equal to m for every x belongs to E minus E naught. മെഷർ 0 ആയിട്ടുള്ള ഒരു സെറ്റിൽ ഒഴികെയുള്ള ബാക്കി എല്ലാ പോയിന്റുകളിലും mod f of x less than or equal to m ആയിരിക്കണം. ഇതിനെയാണ് നമ്മൾ എസെൻഷ്യലി ബൗണ്ടഡ് ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ക്യാപിറ്റൽ എൽ ഇൻഫിനിറ്റി ഓഫ് ഇ എന്ന് ഡിഫൈൻ ചെയ്യുന്നത് എസെൻഷ്യലി ബൗണ്ടഡ് ആയിട്ടുള്ള ഫംഗ്ഷൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈക്വലൻസ് ക്ലാസസ് അടങ്ങുന്ന സെറ്റിനെയാണ്. സോ ക്യാപിറ്റൽ എൽ ഇൻഫിനിറ്റി ഇ ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ഈക്വലൻസ് ക്ലാസസ് എഫ് ഇൻ സ്ക്രിപ്റ്റ് ഓഫ് ഈക്വലന്റ് സച്ച് ദാറ്റ് എഫ് ഈസ് എസെൻഷ്യലി ബൗണ്ടഡ്. ക്യാപിറ്റൽ എൽ പി ഇയുടെ പോലെയല്ല. ക്യാപിറ്റൽ എൽ പിയിൽ എന്തായിരുന്നു? ഈ സച്ച് ദാറ്റ് കഴിഞ്ഞിട്ട് എന്തായിരുന്നു? മോഡ് എഫ് പവർ പി ഇന്റഗ്രബിൾ ആകണം എന്നുള്ളതായിരുന്നു. അല്ലെങ്കിൽ ഇന്റഗ്രൽ ഓവർ ഈ മോഡ് എഫ് പവർ പി ഫൈനൈറ്റ് ആവണം. രണ്ടും ഒന്ന് തന്നെ. മോഡ് എഫ് പവർ പി ഇന്റഗ്രബിൾ ആവണം എന്ന് പറയുന്നതും ഇന്റഗ്രൽ ഓഫ് മോഡ് എഫ് പവർ പി ഓവർ ഈ ഫൈനൈറ്റ് ആവണം എന്ന് പറയുന്ന ഒരേ കാര്യമാണ്. അതേസമയം പി ഈക്വൽ ടു ഇൻഫിനിറ്റി ആകുമ്പോഴോ അത് അങ്ങനെയല്ല ഡിഫൈൻ ചെയ്യുന്നത്. എസെൻഷ്യലി ബൗണ്ടഡ് ആവണം എന്നതാണ്. ക്ലിയർ ആണോ എൽ ഇൻഫിനിറ്റിയുടെ ഡെഫിനിഷൻ? അഗെയിൻ ക്യാപിറ്റൽ എൽ പിയിൽ പറഞ്ഞ പോലെ തന്നെ. അപ്പൊ ഇവിടെ ക്യാപിറ്റൽ എൽ പിയുടെ പോലെ തന്നെ ഈ ക്യാപിറ്റൽ എൽ ഇൻഫിനിറ്റിയും ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള സംഗതിയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പോൾ നമ്മൾ ഒരു ഈക്വലൻസ് ക്ലാസ് എഫ് എൽ ഇൻഫിനിറ്റി ഇയിൽ ഉണ്ടാവണമെങ്കിൽ എഫ് എസെൻഷ്യലി ബൗണ്ടഡ് ആവണം എന്നാണല്ലോ പറയണത്. ഇപ്പോൾ സപ്പോസ് ഈ എഫ് എന്ന് പറയുന്നത് റെപ്രസെൻറ്റേറ്റീവ് മാത്രമാണല്ലോ. വേറൊരു റെപ്രസെൻറ്റേറ്റീവ് ജി എടുക്കുമ്പോൾ അയാൾ എസെൻഷ്യലി ബൗണ്ടഡ് അല്ലെങ്കിൽ നമുക്ക് ഈ ഡെഫിനേഷൻ ഭംഗിയല്ലാതെ വരും. പക്ഷേ അങ്ങനെ വരില്ല. കാരണം ഈക്വലൻസ് ക്ലാസ് എഫ് ഈക്വൽ ടു ഈക്വലൻസ് ക്ലാസ് ജി ആണെങ്കിൽ അതിനർത്ഥം എഫും ജിയും ഈക്വലൻ്റ് ആണ് എന്നാണ്. അതിനർത്ഥം എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും ഓൾമോസ്റ്റ് എവരിവെയർ ഈക്വൽ ആണ് എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എഫ് എന്ന് പറയുന്നത് എസെൻഷ്യലി ബൗണ്ടഡ് ആണെങ്കിൽ ജി എന്ന് പറയുന്നതും എസെൻഷ്യലി ബൗണ്ടഡ് ആയിരിക്കും എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അത്തരം പ്രശ്നങ്ങളൊന്നും ഡെഫിനിഷന് വരുന്നില്ല. ഓക്കെ. Then L infinity എന്ന് പറയുന്നത് it is easy to see that this is properly defined and L infinity E is also a linear subspace എന്നുള്ളതാണ്. അപ്പോൾ അത് പ്രോപ്പർലി ഡിഫൈൻഡ് ആണ് എന്നുള്ളതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. എന്തുകൊണ്ടാണ് അത് ലീനിയർ സബ്സ്പേസ് ആണ് എന്നുള്ളത് നമ്മൾ നോക്കുകയാണ്. നേരത്തെയുള്ള പോലെ തന്നെ ഒരു ബുദ്ധിമുട്ടുമില്ല, പെട്ടെന്ന് ചെയ്യാവുന്നേ ഉള്ളൂ. ഈക്വലൻസ് ക്ലാസ് എഫും ഈക്വലൻസ് ക്ലാസ് ജിയും എൽ ഇൻഫിനിറ്റിയിലെ രണ്ട് എലമെന്റ്സ് ആണെന്ന് വിചാരിക്കുക. അതിനർത്ഥം എഫും ജിയും എസെൻഷ്യലി ബൗണ്ടഡ് ആണെന്നാണ്. അതിനർത്ഥം മോഡ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു m1 ഫോർ എവരി എക്സ് ബിലോങ്സ് ടു ഇ മൈനസ് ഇ1 വേർ മെഷർ ഓഫ് ഇ1 ഈക്വൽ ടു 0. മെഷർ 0 ആയിട്ടുള്ള ഒരു സെറ്റിൽ ഒഴികെ ബാക്കി എല്ലായിടത്തും മോഡ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു m1 ആണ്. അതുപോലെ തന്നെ മോഡ് ജി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു m2 ആണ്. എവിടെ? ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ഇ മൈനസ് ഇ2 വേർ മെഷർ ഓഫ് ഇ2 ഈസ് ഈക്വൽ ടു 0. നേരത്തെ ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ. അങ്ങനെയാണെങ്കിൽ E1 യൂണിയൻ E2 എന്ന് പറയുന്ന സെറ്റിൽ ഒഴികെ ബാക്കി എല്ലാ പോയിന്റുകളും എടുത്തു കഴിഞ്ഞാൽ മോഡ് എഫ് പ്ലസ് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു m1 പ്ലസ് m2 എന്ന് കിട്ടും. അപ്പൊ m1 പ്ലസ് m2 എന്ന് പറയുന്നത് എഫ് പ്ലസ് ജിയുടെ ഒരു എസെൻഷ്യൽ അപ്പർ ബൗണ്ട് ആണ് എന്ന് നമുക്ക് കിട്ടും. എസെൻഷ്യൽ അപ്പർ ബൗണ്ട് ആണ് എന്ന് കിട്ടും. അപ്പൊ അതുകൊണ്ട് നമുക്ക് നേരത്തെ ചെയ്ത പോലെ ഈ ഈക്വലൻസ് ക്ലാസ് എഫ് പ്ലസ് ഈക്വലൻസ് ക്ലാസ് ജിയും എൽ ഇൻഫിനിറ്റി ഇയിലുണ്ട് എന്ന് നമുക്ക്. അതുപോലെ തന്നെ ആൽഫ ഒരു റിയൽ നമ്പർ ആണ് എങ്കിൽ ഈക്വലൻസ് ക്ലാസ് എഫ് എന്നത് എൽ ഇൻഫിനിറ്റിയിലുണ്ട് എങ്കിൽ നമുക്ക് ആൽഫ ഈക്വലൻസ് ക്ലാസ് എഫ് എന്ന് പറയുന്നതും എൽ ഇൻഫിനിറ്റിയിലുണ്ട് എന്ന് കിട്ടും. അപ്പൊ അതിന്റെ ഫലമായിട്ട് എൽ ഇൻഫിനിറ്റി എന്ന് പറയുന്നത് സ്ക്രിപ്റ്റ് ഓഫ് ഈക്വലന്റിന്റെ ഒരു സബ്സ്പേസ് ആണെന്ന് കിട്ടും. അതുകൊണ്ട് തന്നെ എൽ ഇൻഫിനിറ്റി ഈ ഇറ്റ്സെൽഫ് എന്ന് പറയുന്നത്, അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്ക്രിപ്റ്റ് ഓഫ് ഈക്വലന്റിനേക്കാൾ നമ്മൾ പ്രാധാന്യം കൊടുക്കാൻ പോകുന്ന വെക്ടർ സ്പേസസ് ക്യാപിറ്റൽ എൽ പി ഇകളാണ്. ഫോർ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻഫിനിറ്റി എന്നുള്ളതാണ്. ഓക്കെ. ഇനിയുള്ള ഡിസ്കഷൻസിലൊക്കെ നമ്മൾ സൗകര്യാർത്ഥം നമ്മുടെ സിംപ്ലിസിറ്റിക്ക് വേണ്ടി ഈക്വലൻസ് യഥാർത്ഥത്തിൽ സ്ക്രിപ്റ്റ് ഓഫ് ഈക്വലന്റിലെ ഒരെലമെന്റും അതുപോലെ ക്യാപിറ്റൽ എൽ പി ഇയിലെ ഒരെലമെന്റും ഒരു ഈക്വലൻസ് ക്ലാസ് ആണ്. അപ്പോൾ ഈക്വലൻസ് ക്ലാസ് എഫ് എന്ന് എഴുതുന്നതിന് പകരം
നമ്മൾ എഫ് എന്ന് മാത്രമേ ഡിനോട്ട് ചെയ്യുള്ളൂ. പക്ഷെ നമ്മുടെ മനസ്സിലും ഒക്കെ നമുക്ക് ഈ കാര്യങ്ങളുണ്ട്, നമുക്ക് എഴുതാനും പറയാനും ഒക്കെ ഉള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ എഴുതുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ക്യാപിറ്റൽ എൽ പിയിൽ ഒരു എലമെന്റ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അതൊരു ഈക്വലൻസ് ക്ലാസ് ഓഫ് ഒരു ഈക്വലൻസ് ക്ലാസ് എഫ് ആണ്. പക്ഷേ ആ ഈക്വലൻസ് ക്ലാസ് എഫ് എന്നുള്ളതിന് പകരം നമ്മൾ എഫ് എന്ന് മാത്രമേ ഡിനോട്ട് ചെയ്യുകയുള്ളൂ എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം എഫ് ഈക്വൽ ടു ജി എന്നൊക്കെ നമ്മൾ എഴുതും. അതിൽ ആക്ച്വലി നമ്മൾ അർത്ഥമാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈക്വലൻസ് ക്ലാസ് എഫ് ഈക്വൽ ടു ഈക്വലൻസ് ക്ലാസ് ജി എന്നാണ്. ഈക്വലൻസ് ക്ലാസ് എഫ് ഈക്വൽ ടു ഈക്വലൻസ് ക്ലാസ് ജി എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് എക്സ് ഓൾമോസ്റ്റ് എവരിവെയർ എന്നാണ്. അതായത് എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 0 ഓൾമോസ്റ്റ് എവരിവെയർ എന്നാണ്. അതായത് എഫ് മൈനസ് ജി വാനിഷസ് ഓൾമോസ്റ്റ് എവരിവെയർ എന്നാണ്. അപ്പോൾ ബട്ട് സ്റ്റിൽ നമ്മൾ എഫ് ഈക്വൽ ടു ജി എന്നാണ് എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ നൊട്ടേഷൻ അപ്പോഴാണ് നമുക്ക് ക്യാപിറ്റൽ എൽ പികളൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ കുറെ കൂടി ഈസി ആയിട്ടൊക്കെ ഡിസ്കഷനും കുറെ കൂടി സിംപ്ലിഫൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ കൺവീനിയൻസിനും സിംപ്ലിസിറ്റിക്കും വേണ്ടി നമ്മൾ ഈ സ്ക്രിപ്റ്റ് ഓഫ് ഈക്വലൻറ്റിലെ എലമെന്റുകളെ ഈക്വലൻസ് ക്ലാസസ് എന്നുള്ളതിന് പകരം നമ്മൾ ഫംഗ്ഷൻ എഫ് എന്ന് മാത്രമായിട്ട് ഡിനോട്ട് ചെയ്യുകയാണ് ചെയ്യുക. Any question?